റോണി കെ ബേബി, നിയമസഭയ്ക്കകത്ത് ഈ ആക്ഷേപം ഉന്നയിക്കുന്ന പ്രതിപക്ഷ നേതാവിനെ നോക്കി ഹൈക്കോടതിയുടെ ഈ കേസിൻ്റെ മേൽനോട്ടം വഹിക്കുന്ന ഡിവിഷൻ ബെഞ്ചിൻ്റെ ഉത്തരവിൻ്റെ ആ സുപ്രധാന ഭാഗങ്ങൾ വായിച്ച് അന്വേഷണത്തിൽ പൂർണ്ണ തൃപ്തി നാളിതുവരെ ഇപ്പോഴും ഒന്ന്, രണ്ട്, ആ അന്വേഷണ സംഘത്തെ സമ്മർദ്ദത്തിലാക്കും വിധം തെറ്റിദ്ധരിപ്പിക്കുന്ന റിപ്പോർട്ടുകൾ ഇതാരെക്കുറിച്ചാണ് എന്ന് സർക്കാർ തിരിച്ചു ചോദിക്കുമ്പോൾ മറുപടി പറയാൻ പ്രതിപക്ഷ നേതാവ് ബാധ്യസ്ഥനല്ലേ? അദ്ദേഹവും അങ്ങനെയാണെങ്കിൽ ആ ഉത്തരവ് എടുത്തു വെച്ച് വായിച്ച് അദ്ദേഹം വ്യാഖ്യാനിക്കണ്ടേ? അല്ലെങ്കിൽ അദ്ദേഹം അതേക്കുറിച്ച് അത് പറഞ്ഞുകൊണ്ട് ഖണ്ഡിക്കണ്ടേ? നിർഭാഗ്യവശാൽ ഇന്ന് കേരളത്തിൻ്റെ നിയമസഭയിൽ പ്രതിപക്ഷ നേതാവിന് അതിന് കഴിഞ്ഞില്ല. നിയമമന്ത്രി പറഞ്ഞതിനോട് റോണി കെ ബേബിക്ക് വസ്തുതാപരമായി എന്തു മറുപടി കൊടുക്കാനാകും? ഹൈക്കോടതി ഓർഡർ വെച്ചാണ് അദ്ദേഹം സംസാരിച്ചത്. ഇത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ജനുവരി 18 or 19 പറഞ്ഞിരിക്കുന്ന വിധിയിലെ പരാമർശങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അത് ജനറൽ ആയിട്ടുള്ള ചില സ്റ്റേറ്റ്മെന്റുകളാണ്, അല്ലാതെ ഇവിടെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ എന്ന് പേരെടുത്തൊന്നും ആ കോടതി വിധിയിൽ പറഞ്ഞിട്ടില്ല. അല്ലെ പ്രതിപക്ഷ നേതാവും അന്വേഷണത്തെ സമ്മർദ്ദത്തിലാഴ്ത്തുന്നു, മിസ്ലീഡ് ചെയ്യുന്നു, കോൺസ്പിറൻസി ഉണ്ടാക്കുന്നു എന്നൊന്നും അവിടെ കൃത്യമായി പറഞ്ഞിട്ടില്ല. അവിടെ പറഞ്ഞിരിക്കുന്നത് സ്റ്റേറ്റ്മെന്റാണ്. ഒരു കാര്യം എന്താണെന്നറിയോ, ഇതിൽ ഈ ആർഗ്യുമെൻ്റ്, ഈ ആക്ഷേപം ഉന്നയിച്ചയാൾ പ്രതിപക്ഷ നേതാവാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് സമ്മർദ്ദത്തിലാക്കുന്നു, അദ്ദേഹം പറഞ്ഞത് വെച്ച് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അത് കണ്ടുകൊണ്ടിരുന്ന കോടതിയാണ് പറഞ്ഞത് ഇത്തരം റിപ്പോർട്ടുകൾ, തെറ്റിദ്ധരിപ്പിക്കുന്ന റിപ്പോർട്ടുകൾ, അത് തന്നെയാണ് മന്ത്രി രാജീവും പറഞ്ഞത്. നേരിട്ട് പ്രതിപക്ഷ നേതാവിൻ്റെ പേര് പറഞ്ഞില്ലെങ്കിലും അദ്ദേഹം ഉന്നയിച്ച ആരോപണം ഏറ്റെടുത്ത് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതിനെ കുറിച്ചാണ് ആ കോടതി പറഞ്ഞത്, ജനറൽ സ്റ്റേറ്റ്മെൻറ്റ്സ് അല്ല. അത് ഈ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണ സംഘത്തിന് കൊടുക്കുന്ന ഒരു വലിയ മാർഗനിർദ്ദേശമാണ്. പറഞ്ഞോളൂ. ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞ രണ്ട് കാര്യങ്ങൾ ഏതൊക്കെ ഈ പാനലിലുള്ള ആരും സമ്മതിക്കുമെന്ന് തോന്നില്ല. കേസിൽ മന്ദതയുണ്ട് എന്ന് പറഞ്ഞത് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി തന്നെയാണ്. അതാണ് റോണി, ഈ കേസ് താങ്കൾ ഒരു കാര്യം ആദ്യമായി സമ്മതിച്ചു, ഡിവിഷൻ ബെഞ്ച് എന്ന് പറഞ്ഞു. റോണി ഡിവിഷൻ ബെഞ്ച് എന്ന് ആദ്യം പറഞ്ഞു. ആ ഡിവിഷൻ ബെഞ്ചാണോ? ഡിവിഷൻ ബെഞ്ച് പറഞ്ഞത് മാത്രം ഞാൻ ചോദിക്കട്ടെ, ഹൈക്കോടതി ഏത് ബെഞ്ചാണെങ്കിലും അത് ഇതിന്റെ നിയമപരമായ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി തന്നെയാണ് എല്ലാ ബെഞ്ചിനും. അരുൺ അതിൽ ചലഞ്ച് ചെയ്യുന്നുണ്ടോ? ആ ഒരൊറ്റ പോയിന്റ് അരുൺ ചലഞ്ച് ചെയ്യുന്നുണ്ടോ? ഈ വാദമാണ് പ്രതിപക്ഷ നേതാവ് മുതൽ ഇങ്ങോട്ട് പറയുന്നത്, അത് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ്. അത് മാത്രം എനിക്ക് പിന്നെ റോണിലേക്ക് പോകണം. വരാം. ആ പോയിന്റ് മാത്രം അത് കഴിഞ്ഞ് റോണിലേക്ക് പോകണം. അരുൺ പ്ലീസ് ഫാക്ട് മാത്രം മതി, വേറെ ഒന്നും വേണ്ട. ഫാക്ട് മാത്രം വരാം. അരുൺ ഇത് മാത്രം അത് നിരന്തരം പറയുകയാണല്ലോ. ഈ കേസിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരിക്കലും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് അങ്ങനെ പറഞ്ഞിട്ടില്ല. ഒരിക്കലും ഈ കേസിന്റെ അന്വേഷണ ഘട്ടത്തെ വിമർശിച്ചിട്ടില്ല. ഇതുവരെയുള്ള അന്വേഷണത്തിൽ സാറ്റിസ്ഫൈഡ് ആണ്. അതുകൊണ്ട് ഒരു തരത്തിലുള്ള ആക്ഷേപങ്ങളോ അല്ലെങ്കിൽ ആക്രമണമോ ഉണ്ടായാലും നിങ്ങൾ ധൈര്യമായിട്ട് പോകാനേ പറഞ്ഞിട്ടുള്ളൂ. ഈ പറയുന്ന പ്രസ്താവനകളൊക്കെ തെറ്റാണ്. ഈ പറഞ്ഞ വാക്ക് ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് കോൺഗ്രസ് പ്രതിനിധി ഏത് ജഡ്ജ്മെന്റ് എന്ന് ദിവസത്തെ ഒന്ന് വായിച്ച് കേൾപ്പിക്കുക, അല്ലെങ്കിൽ ആ ഡേറ്റ് പറഞ്ഞാൽ ഞാൻ എടുത്ത് നോക്കാം, ഞാൻ വായിച്ച് കേൾപ്പിക്കാം. സിംഗിൾ ബെഞ്ചും കോടതിയല്ലേ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഇല്ല സിംഗിൾ ബെഞ്ച് ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ അതുവരെയുള്ള അന്വേഷണത്തിന്റെ തോത് ചോദിച്ചതല്ലാതെ ഒരു ഉത്തരവിന്റെ ഭാഗമായിട്ടും അത്തരത്തിൽ വന്നില്ല. ജാമ്യാപേക്ഷ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ നിരസിക്കുക, അല്ലെങ്കിൽ അത് അനുവദിക്കുക, അല്ലെങ്കിൽ നീട്ടിവെക്കുക. ഈ 3 കാര്യമുള്ളൂ. ഇതിലൊന്നും ഇത് ഉൾപ്പെട്ടിട്ടില്ല. റോണി കെ ബേബി, അതാണ് നിയമപരമായി അതിന്റെ വ്യക്തത അരുൺ വരുത്തിയത് അഭിഭാഷകൻ എന്ന നിലയിൽ. ശരി, ഞാനൊരു ചോദിക്കട്ടെ, ഈ പ്രതികൾ അതിൽ പല ആളുകളും സുപ്രീം കോടതി വരെ ജാമ്യത്തിന് പോയി. ആ സുപ്രീം കോടതി വരെ ജാമ്യത്തിന് പോയപ്പോഴും അതിനെ ശക്തമായിട്ട് എതിർത്തവരാണ് പ്രോസിക്യൂഷൻ. നിങ്ങൾ എന്തുകൊണ്ടാണ് അവരുടെ ജാമ്യാപേക്ഷ എതിർത്തത്? കാരണം അവർ പുറത്തു വന്നു കഴിഞ്ഞാൽ ഈ കേസിനെ വഴിതിരിച്ചു വിടാൻ സാധ്യതയുണ്ട്. കാരണം അവർ പുറത്തു വന്നു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട് ഗൂഢാലോചന നടത്തി. ഒരു കാര്യം മനസ്സിലാക്കണം, ഇതുവരെ ഇതിന് 90 മുതൽ പോലും കണ്ടെത്തുവാനായിട്ട് കഴിഞ്ഞിട്ടില്ല. CPM നേതാക്കൾ എന്താ പറയുന്നത്? CPM നേതാക്കൾ പറയുന്നത് ഞങ്ങൾ പത്മകുമാറിനെതിരെ നടപടി എടുത്തിട്ടില്ല, വാസുവിനെതിരെ നടപടി എടുത്തിട്ടില്ല, കാരണം അവരുടെ പേര് കുറ്റപത്രം പോലും വന്നിട്ടില്ല. കുറ്റപത്രം വന്നു കഴിയുമ്പോൾ ഞങ്ങൾ അതിന് നടപടി എടുക്കാം, നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ നടപടി എടുക്കാം. ഇപ്പോൾ കുറ്റപത്രം കിട്ടാതെ ഇവരെല്ലാം ജാമ്യത്തിൽ പുറത്തു വരാൻ പോവുക. ഞാൻ പറഞ്ഞത് 90 പോലും ഇപ്പോൾ നിങ്ങൾ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് സേഫ് സോണിലാണെന്ന് വിചാരിക്കണ്ട. പ്രതിപക്ഷ നേതാവിന്റെ വാദം തെറ്റാണെന്നല്ല ഇത് വ്യക്തമാകുന്നത്. പ്രതിപക്ഷ നേതാവ് പറഞ്ഞു SITയെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് സമ്മർദ്ദത്തിലാക്കുന്നു. ഹൈക്കോടതി പറഞ്ഞതാണ് ഈ കേസിന്റെ മേൽനോട്ടം വഹിക്കുന്ന ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പറഞ്ഞു അത് ശരിയല്ല, തെറ്റാണ്, ഇത്തരം തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിക്കരുത്, റിപ്പോർട്ടുകൾ പ്രചരിപ്പിക്കരുത് എന്ന് പറഞ്ഞാൽ പ്രതിപക്ഷ നേതാവിന്റെ ആർഗ്യുമെന്റ് പൊളിഞ്ഞു എന്നാണ്. ഇവിടെ ഈ പ്രതികൾ അകത്ത് കിടന്നാലും പുറത്ത് കിടന്നാലും ഒരുപോലെയാണെന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും ചോദിച്ചതിനല്ലേ റോണി നമ്മൾ കമന്റ് ചെയ്യേണ്ടത്? നമ്മൾ വേറെ വഴിക്ക് സഞ്ചരിച്ചിട്ട് എന്ത് കാര്യമാണ്?
ഞാൻ പറഞ്ഞിട്ട് അങ്ങോട്ട് വരിക. എന്നോട് വളരെ കൃത്യമായി തന്നെ ഇവിടെ പറഞ്ഞു. പിന്നെ പ്രതിപക്ഷ നേതാവിന്റെ വാദഗതികളെല്ലാം കോടതി തള്ളി എന്ന് പറഞ്ഞു. പക്ഷെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് അവിടെ കോടതി സൈലൻസ് ചെയ്തിട്ടില്ലേ? ഇവിടെ പറഞ്ഞെന്താ? പ്രതിപക്ഷ നേതാവിന്റെ വാദങ്ങൾ മുഴുവൻ തള്ളിക്കളഞ്ഞു. അല്ലെങ്കിൽ പബ്ലിസിറ്റി ആണോ അതോ ഈ സർ, പ്രതിപക്ഷ നേതാവിന് ഇനി ഇത് പറഞ്ഞു നടക്കാൻ കഴിയില്ലെന്നേ, അതാണ് ഇതിലെ പ്രശ്നം.